എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ ജ്ഞാനപീഠ പുരസ്കാരം 1950, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1973 ലഭിച്ച കൃതി. കഥ കേട്ട് മരക്കൊത്തൻ കുറേ നേരം ചിരിച്ചു. മരക്കൊത്തൻ ചിരിക്കുന്നത് ശ്രീധരൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ണ് മുറുകെ ചിമ്മി, മൂക്ക് ചുളിച്ച്, മുഖം മേലോട്ടും താഴോട്ടും മെല്ലെ ആട്ടിക്കൊണ്ടാണ് മരക്കൊത്തൻ്റെ ചിരി. ഇടയ്ക്കിടെ ചങ്കിൽ നിന്നൊരു ഏങ്ങലും കേൾക്കാം. മരക്കൊത്തൻ്റെ ഭാര്യ വള്ളിക്കുട്ടി അടുക്കള വാതിക്കൽ നിന്നും വാ പൊത്തിച്ചിരിക്കുന്നത് കേട്ട് കൊതുഗോപാലൻ തമാശയോട് ചോദിച്ചു, ചെപ്പുകുടത്തിന്ന് വെള്ളം തള്ളും പോലെ അടുക്കളയിൽ നിന്ന് എന്താണ് ഒരു ശബ്ദം? അപ്പോൾ ഗോപാലൻ ചോവനോട്, ആശാരി നീലാണ്ടൻ ഒരു ചോദ്യം. വെള്ളക്കാരൻ വാലുള്ള ജാതിയായിരുന്നോ? ആ വേളയിലാണ് മീശക്കണാരൻ അങ്ങോട്ട് കയറി വന്നത്. എല്ലാവരും ചിരിക്കുന്നത് കണ്ട് കാര്യം മനസ്സിലാവാതെ മീശ കുറച്ചു നേരം മിഴിച്ചു നിന്നു. പിന്നെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഉറക്കെ ഒരു നിലവിളി, ഇനി എനിക്ക് ആരാണോ? മീശ വലിയ തമാശക്കാരനാണ്. മാപ്പിളമാരെ പോലെ സംസാരിക്കും. ആളുകളെ അസ്സലായി അനുകരിക്കും. ഭർത്താവ് മരിച്ച് അരികെ കിടക്കുന്ന പെണ്ണിൻ്റെ കരച്ചിലും പറച്ചിലുമാണ് മീശയുടെ മാസ്റ്റർ പീസ്. ഭർത്താവ് ചത്ത് അരികെ കിടക്കുമ്പോൾ ഭാര്യയുടെ സ്വാർത്ഥ വിചാരം പുറത്തു ചാടുന്നു, ഇനി ആരാണ്? എന്നാൽ മീശയുടെ ഹാസ്യപ്രകടനം ഇപ്പോൾ ഇവിടെ വിലപ്പോയില്ല. അതിലും മികച്ച തമാശ കഥ കേട്ട് ചിരിച്ച് കുഴങ്ങിയിരിക്കുകയായിരുന്നു സഭാവാസികൾ.